ഓം നമോ നാരായണായ. ദശകം 3 ഭക്തി പ്രാർത്ഥന. തനിക്ക് ഭക്തി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂർ 2-ാം ദശകം അവസാനിപ്പിച്ചത്. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യമുണ്ടായാൽ മാത്രമേ തനിക്കുള്ള ഭക്തി നിലനിർത്താനും വർദ്ധിപ്പിക്കാനും കഴിയുകയുള്ളൂ എന്നാണ് ഈ ദശകത്തിൽ പറയുന്നത്. പഠന്തോ നാമാനി പ്രമഥഭരസിന്ധൗ നിപതിതാ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താ ത്വയി ഖലു രമന്തെ പരം അമൂനഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. വരദ, ഭക്താഭീഷ്ടങ്ങൾ നൽകുന്ന ഗുരുവായൂരപ്പ. തേ നാമാനി പഠന്തഃ, നിന്തിരുവടിയുടെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടും, രൂപം സ്മരന്തഃ, സ്വരൂപം ധ്യാനിച്ചുകൊണ്ടും, ഗുണകഥാഃ കഥയന്ത, ഗുണങ്ങളും കഥകളും പറഞ്ഞുകൊണ്ടും, പ്രമഥഭരസിന്ധൗ നിപതിതാഃ ചരന്ത യേ ഭക്താഃ, പരമാനന്ദ സമുദ്രത്തിൽ മുഴുകി സഞ്ചരിക്കുന്ന ഏതു ഭക്തന്മാരാണോ, ത്വയി ഖലു രമന്തേ, നിന്തിരുവടിയിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നത്, അമൂൻ പരം അഹം, അവരെ മാത്രമേ ഞാൻ സമധിഗത സർവാഭിലഷിതാൻ ധന്യാൻ മന്യേ, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച ഭാഗ്യവാന്മാരായി വിചാരിക്കുന്നുള്ളൂ. ആനന്ദസ്വരൂപനായ ഭഗവാനിൽ മുഴുകി ജീവിക്കാൻ ഇടവരുന്നതിൽ കവിഞ്ഞ് ഒരാഗ്രഹവും മനുഷ്യജീവിതത്തിൽ സാധിക്കാനില്ല എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഈ വിധത്തിലുള്ള ഒരു ഭക്തനാവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും കവി സൂചിപ്പിക്കുന്നു. ഭഗവാന്റെ ദിവ്യനാമങ്ങളെ ഉറക്കെ ചൊല്ലുകയും ഭഗവാന്റെ ദിവ്യരൂപത്തെ ആനന്ദ പാരവശ്യത്തോടെ സ്മരിക്കുകയും അസാധാരണങ്ങളായ ഗുണങ്ങളെയും അത്ഭുതങ്ങളായ ചരിതങ്ങളെയും വർണ്ണിക്കുകയും ചെയ്ത് ആരാണോ ആരാധനാ സ്ഥലങ്ങളിൽ തീർത്ഥയാത്ര നടത്തിക്കൊണ്ടും ഭഗവാനെ തന്നെ ഭജിച്ച് രസിക്കുന്നുവോ ആ ഭക്തരാണ് ഭാഗ്യവാന്മാർ. ഭക്തി തന്നെ സർവ വസ്തുക്കളെക്കാളും ശ്രേഷ്ഠമാകയാൽ അവർക്ക് സിദ്ധിക്കേണ്ടതായി മറ്റൊന്നില്ല. ഇപ്രകാരം സർവാഭീഷ്ടങ്ങളെയും സമ്പാദിച്ചവർ തന്നെയാണ് ഭാഗ്യവാന്മാരെന്ന് കവി പറയുന്നു. പഠന്തോ നാമാനി പ്രമഥഭരസിന്ധൗ നിപതിതാ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തെ പരമമൂനഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ശ്ലോകം 2. വാതരോഗബാധയാൽ തനിക്ക് മറ്റു ഭക്തന്മാരെ പോലെ ഭഗവാനെ ഭജിച്ച് കഴിഞ്ഞുകൂടുവാൻ സാധിക്കുന്നില്ലല്ലോ എന്ന കവിയുടെ സങ്കടം ഈ ഒരു ശ്ലോകത്തിൽ ധ്വനിക്കുന്നു. 100 ദിവസം ഭജിക്കാനൊരുങ്ങി വന്ന തനിക്ക് രോഗം മൂർച്ഛിച്ച് ഭജനം തുടരുവാൻ സാധിക്കാത്ത നിലയാണുള്ളതെന്നും തൻ്റെ പേരിൽ കാരുണ്യമുണ്ടാവണമെന്നും കവി സങ്കടത്തോടുകൂടി അറിയിക്കുന്നു. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേ അപി അനാസക്തം ചിത്തം ഭവതി ഭദ വിഷ്ണോ കുരുദയാം. ഭവത് പാദാംബോജ സ്മരണരസികോ നാമ നിവഹാൻ അഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. ഗതക്ലിഷ്ടം കഷ്ടം ചിത്തം, രോഗങ്ങൾ ക്ലേശിപ്പിച്ച് വേദന അനുഭവിക്കുന്ന മനസ്സ്, തവ ചരണസേവാ രസഭരേ അഭി, നിന്തിരുവടിയുടെ തൃക്കാൽ ഭജിച്ച് പരമാനന്ദം അനുഭവിക്കാൻ പോലും അനാസക്തം ഭവതി ഭദ, ആസക്തിയില്ലാത്തതായി തീരുന്നു. കഷ്ടം, വിഷ്ണോ ദയാം കുരു, സർവന്തര്യാമിയായ ഭഗവാനെ കരുണ ചെയ്യണേ. അഹം ഭവത് പാദാംബോജ സ്മരണരസികഃ, ഞാൻ നിന്തിരുവടിയുടെ പാദാരവിന്ദങ്ങളെ ധ്യാനിച്ച് രസിച്ചുകൊണ്ടും നാമനിവഹാൻ ഗായം ഗായം, തിരുനാമങ്ങളെ ഇടവിടാതെ പാടിക്കൊണ്ടും
കുഹജന വിജനെ വിവത്സ്യാമി. ആരുമില്ലാത്ത വല്ല സ്ഥലത്തും പോയി ഇരിക്കണമോ? രോഗം നിശേഷം മാറി ഗുരുവായൂർ ക്ഷേത്രത്തിൽ മറ്റു ഭക്തന്മാരെ പോലെ പ്രദക്ഷിണ നമസ്കാരാദികൾ ചെയ്ത് ഭജിക്കാൻ തനിക്ക് സാധിക്കണം. അതിന് അവിടുന്ന് കനിയണം എന്നാണ് ഈ ഒരു ശ്ലോകത്തിലെ പ്രാർത്ഥന. അതിന് സാധിക്കാതെ ഭജനം വേണ്ടെന്നു വെച്ച് പോകേണ്ടി വന്നാലും താൻ ഭഗവത് പാതാരവിന്ദങ്ങളെ സ്മരിച്ചും നാമങ്ങൾ ചൊല്ലിയും തന്നെ കാലം കഴിച്ചുകൂട്ടുമെന്ന് പിന്നീട് പറയുന്നു. ഇങ്ങനെ പോകേണ്ടി വരുന്നതിലുള്ള സങ്കടം വല്ല ദിക്കിലും പോയിരിക്കണമോ എന്ന ചോദ്യത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നു. നാരായണീയത്തിൽ കവി തൻ്റെ രോഗക്ലേശങ്ങളെപ്പറ്റി ആദ്യമായി പറയുന്നത് ഈ ശ്ലോകത്തിലാണ്. രോഗവും ഭക്തിയും തമ്മിലുള്ള ഒരു ദ്വന്ദ്വയുദ്ധമാണ് കവിയിൽ നടക്കുന്നത്. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേ അപ്യനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം. ഭവത്പാദാംബോജസ്മരണരസികോ നാമനിവഹാൻ അഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനേ.